അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാനാണ്. വിശുദ്ധ ഹജ്ജ് കർമ്മം തിങ്കളാഴ്ചയാണ് ആരംഭിക്കുക. ഇപ്പോൾ നമ്മളിതാ ദുൽഹിജ്ജ 10 ആദ്യത്തെ 10 വിശുദ്ധമായ ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വിശുദ്ധ ഹജ്ജിന് വേണ്ടി പോയ ഒരുപാട് മലയാളികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ട ആളുകൾ, നമ്മുടെ മാതാപിതാക്കളായിട്ടും സഹോദരങ്ങളായിട്ടും പ്രിയപ്പെട്ടവരായിട്ടൊക്കെ ഹജ്ജിന് പോയിട്ട് അവരൊക്കെ ആഗ്രഹിക്കുന്ന തിങ്കളാഴ്ച മുതൽ ഈ ഹജ്ജ് തുടങ്ങിയിട്ട് ഹജ്ജൊന്ന് പൂർത്തീകരിക്കണം എന്ന് വല്ലാത്ത ആഗ്രഹമുള്ള ആളുകളാണ്. പക്ഷേ ആ ഹജ്ജ് പൂർത്തീകരിക്കാൻ കഴിയാതെ പടച്ചറബിൻ്റെ വിധിക്ക് ഉത്തരം നൽകുന്ന ആളുകളുണ്ട്. പല കാരണങ്ങളാൽ മരണപ്പെട്ട ആളുകൾ. അതിൽ ഈ അടുത്ത് മരണപ്പെട്ട ഇത്തവണ മലയാളികളിൽ ഒരു 8-9 ആളുകൾ ഇത്തവണ ഹജ്ജിന് പോയിട്ട് ഹജ്ജ് പൂർത്തീകരിക്കാൻ കഴിയാതെ ഹജ്ജിൻ്റെ മനസ്സുകൊണ്ട് പോയി. ആ ഹാജിമാരായിട്ട് തന്നെയാണ് അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. ഈ അടുത്ത് റീസെൻ്റായിട്ടൊരു 3 പേര് മരണപ്പെട്ടത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. അതിലൊന്ന് തിരുവനന്തപുരത്തുള്ള ഒരു മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ. അദ്ദേഹം ഒരു 68 വയസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹം മദീനയിൽ വെച്ചിട്ട് ഹജ്ജിൻ്റെ മുൻപോടിയായിട്ട് ഉംറയൊക്കെ നിർവഹിച്ചിട്ട് മദീനയിലെ റൗള ഷരീഫിൽ ചെന്ന് സിയാറത്തിന് വേണ്ടി പോയതാണ്. അവിടെ നിന്നാണ് ഇദ്ദേഹം സുഖമില്ലാതെ മരണപ്പെടുന്നത്. അതേപോലെ തന്നെ എറണാകുളം പെരുമ്പാവൂരിലുള്ള മുഹമ്മദ് കുഞ്ഞി എന്നൊരു 72 വയസ്സുള്ള ഒരാൾ മദീനയിൽ നിന്ന് മരണപ്പെട്ടിരുന്നു. 2 പേരും സ്വകാര്യ ഗ്രൂപ്പ് വഴി ഹജ്ജിന് പോയ ആളുകളാണ്. നമ്മളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വരവും കാത്ത് പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ആളുകളാണ്. കൽബ് മദീനയിലാണോ, കൽബ് റസൂലുള്ളാഹിൻ്റെ കൂടെയാണോ, അതെവിടെ നിന്ന് നമ്മൾ മരണപ്പെട്ടാലും വഫാത്തായാലും അള്ളാഹിൻ്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട ആ റസൂലുള്ളാഹിൻ്റെ അഹ്ലുകാരായിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങും. ഇവർ ഹജ്ജ് ചെയ്യാതെ തന്നെ യഥാർത്ഥ ഹാജിമാരായിട്ട് മടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹു അവർക്ക് അവരുടെ ഹജ്ജ്, അവരാഗ്രഹിച്ച ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. അതോടൊപ്പം കഴിഞ്ഞ ദിവസം വാഴയൂരിലുള്ളൊരു ഉസ്താദ്, മാമു മൗലവി എന്ന് പറയുന്നൊരു ഉസ്താദാണ്. മാഹിയിലും വടകരയിലൊക്കെ ജോലി ചെയ്ത ഒരാളാണ് ഇദ്ദേഹം. 80 വയസ്സാണ് ഈ ഉസ്താദിൻ്റെ പ്രായം. അദ്ദേഹം മക്കയിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടത്. അപ്പോൾ ഇവരൊക്കെ ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഹാജിമാരായിട്ട് പോയ ആളുകളാണ്. ഈ മാമു മൗലവിയെ ഒരു പക്ഷേ പേഴ്സണലായിട്ട് ഇദ്ദേഹം ജോലി ചെയ്ത സ്ഥലങ്ങളിലോ മറ്റൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ആ വിവരങ്ങളൊന്ന് പങ്കുവെക്കാം. ഈ ഹജ്ജിൻ്റെ തുടക്കം തിങ്കളാഴ്ചയാണ് ഹജ്ജിൻ്റെ തുടക്കം വരുന്നത്. വ്യാഴാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ ബലിപെരുന്നാൾ. അപ്പോൾ ഈ ഒരു ദുൽഹിജ്ജ ആദ്യത്തെ 10 എന്ന് പറഞ്ഞാൽ 10 ദിവസങ്ങൾക്ക് ഒരുപാട് പുണ്യങ്ങളുണ്ട്. പുണ്യങ്ങളെന്ന് പറഞ്ഞാൽ ചില മഹാന്മാർ പറയുന്നത് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യത്തിനേക്കാൾ പുണ്യമുള്ള ദിവസങ്ങളാണ് എന്ന് വരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ആ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. എന്തായാലും അറഫ നോമ്പ് വളരെ മുഅക്കദായ സുന്നത്താണ്, നമ്മൾ ആ നോമ്പെടുക്കാം. അതോടൊപ്പം തന്നെ ഹാജിമാരായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകൾ ഹാജിമാരായിട്ട് പോയിട്ടുണ്ടാവും. അവരൊക്കെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ചിട്ട് നിങ്ങളുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവരായിട്ടാണെങ്കിൽ ഒന്ന് വിവരങ്ങളൊന്ന് പങ്കുവെക്കുക. നമ്മളെല്ലാവരും ഈ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാം. ഹജ്ജിന് കൊതിക്കാത്തവരായിട്ടുണ്ടാവില്ല ആരും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കൊക്കെ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. അതൊരു വലിയൊരു ആഗ്രഹമാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ടൂറല്ല. നമ്മൾ പലരും കരുതും ഹജ്ജിന് പോകാമെന്ന് പറഞ്ഞാൽ ടൂറായിട്ട് പോവുക, എല്ലാ സൗകര്യങ്ങളോടും കൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, എല്ലാ ലക്ഷറി ലൈഫ്. അങ്ങനെയല്ല. ഹജ്ജ് ഒരു തീർത്ഥാടനമാണ്. ഇബ്രാഹിമിയായ വിളി നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കൽബിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹജ്ജിന് പോകാൻ കഴിയും. എല്ലാത്തവരുടെയൊക്കെ ടൂറാട്ടോ. അതായത് ഇബ്രാഹിമിയ വിളി നമ്മുടെ ഉള്ളിലില്ലാതെ ഉള്ള കുറച്ച് കാശ്, കുറച്ച് ആരോഗ്യം, എല്ലാ സൗകര്യങ്ങളോടും കൂടി പോകുന്ന ആളുകൾ തീർത്ഥാടകരാണ്. മറ്റുള്ള ആളുകൾ യഥാർത്ഥത്തിലുള്ള ഹാജിമാരെന്ന് പറഞ്ഞാൽ ആ ഇബ്രാഹിമിയ വിളി ഉള്ളിൽ തട്ടിയ കൽബിലുണർത്തിയ ആളുകളാണ്. അത് അള്ളാഹുവിൻ്റെ അതിഥികളാണ്. അവരാണ് യഥാർത്ഥ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയുമ്പോൾ അതിനോട് ഒക്കുന്ന ആളുകൾ. പിന്നെ അങ്ങനത്തോരോ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഹജ്ജിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. 10-20 കിലോമീറ്ററുകളോളം നടന്ന് നമുക്കൊരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ക്ലൈമറ്റ് മാറ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മരണപ്പെടുന്നു എന്നുള്ളത് പോലും നമുക്കൊരു പുണ്യമാണ്. അതുകൊണ്ടാണ് മക്കത്തു നിന്നാണെങ്കിലും മദീനത്തു നിന്നാണെങ്കിലും മരണപ്പെടുന്ന ഒരാളുകളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു ചരിത്രമില്ല. അവിടെ തന്നെ ആ മണ്ണിനോട് നമ്മൾ ചേരുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്കൊക്കെ ആ ഒരു പുണ്യഭൂമി കാണാനും അനുഭവിക്കാനും അവിടെ നിന്ന് ബർക്കത്തെടുക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഹജ്ജിൻ്റെ ഓരോ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു ആവേശമാണ്. കാരണം മുമ്പൊരു കാലത്ത് വളരെ പ്രയാസപ്പെട്ട് ഹജ്ജിന് പോയ ആളുകളുണ്ട്. ഒരിക്കൽ പോലും
തിരിച്ചു വരില്ല എന്നുറപ്പിച്ചിട്ടാണ് അടിയന്തരം കഴിച്ചിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങവർ. ഇന്നങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ്. വിമാനത്തിലാണ് യാത്ര, സൗകര്യങ്ങളുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരുന്നൊക്കെ കരുതിയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ചില ആളുകൾ ഇതുപോലെ അസുഖങ്ങൾ മൂലവും മറ്റു പ്രയാസങ്ങൾ മൂലവും എന്ത് ചെയ്യലുണ്ട്, ഹജ്ജ് നഷ്ടപ്പെടുന്നു എന്ന് ഞാൻ അവരെക്കുറിച്ച് പറയില്ല. അവർ ഹാജിമാരായിട്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയിട്ടുള്ളത്, മരണപ്പെട്ടിട്ടുണ്ടാവുക. എന്തായാലും നമ്മൾ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും അള്ളാഹു ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആ പ്രാർത്ഥന നിങ്ങളെ എനിക്കും പ്രാർത്ഥന ഉൾക്കൊള്ളിക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം.